വിഷ്ണുദേവ, ജപതപങ്ങൾക്കായി ഇടം തേടി അങ്ങയുടെ അംശാവതാരവും നമ്മുടെ പ്രിയ ശിഷ്യനുമായ ഭാർഗവരാമൻ കഠിനമായ തപസ്സിലാണെന്ന് അങ്ങേക്കും അറിയാമല്ലോ. ലോകനന്മയ്ക്കായി ഒരു പുണ്യഭൂമി പരശുരാമനാൽ ഉയർത്തപ്പെടേണ്ടതുണ്ട്. അങ്ങയുടെ വാമനാവതാര സമയത്ത് മഹാബലി ചക്രവർത്തി വാണിരുന്ന മലയനാട് ഗംഗയുടെ വരവാൽ സമുദ്രത്തിലേക്ക് ആണ്ടുപോയി. ആ ഭൂമി സമുദ്രത്തിൽ നിന്നും വീണ്ടെടുക്കാൻ അങ്ങയുടെ അനുഗ്രഹവും ഭൂമിദേവിയുടെ വരദാനവും മഹാലക്ഷ്മിയുടെ കടാക്ഷവും ഉണ്ടാകണം. മഹാദേവ, അങ്ങയുടെ വാക്കുകൾ നാം എന്നും പാലിച്ചിട്ടേയുള്ളൂ. ഭാർഗവരാമന്റെ തപസ് തീർച്ചയായും ലോകനന്മയ്ക്കായി ഭവിക്കുന്നതാണ്. പക്ഷേ സാഗരത്തിലാണ്ട മലയനാട് വീണ്ടെടുക്കാൻ ഭാർഗവരാമൻ ഇനിയും കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. പരശുരാമന്റെ തപസ് ദേവപ്രീതിക്ക് പാകമാകുമ്പോൾ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുന്നതാണ്. അതിനായി അങ്ങയുടെ പ്രിയ ശിഷ്യന് വേണ്ട ഉപദേശങ്ങൾ അങ്ങ് തന്നെ നൽകിയാലും പ്രഭു. അങ്ങനെയാകട്ടെ വൈകുണ്ഠനാഥ. മംഗളം ഭവന്തു. മംഗളം ഭവന്തു. കൈലാസാചലസന്നിഭം ത്രിനയനം പഞ്ചാസ്യമംബായുധം നീലഗ്രീവമഹീശഭൂഷണധരം വ്യാഘ്രത്വചാപ്രാവൃതം അക്ഷസ്രഗ്വരകുണ്ഡികാഭയഹരം ചാന്ദ്രീം കലാം ബിഭ്രതം ഗംഗാംഭോവിലസജ്ജടം സുരനുതം വന്ദേ മഹേശം പരം. ഓം നമഃ ശിവായ. തപസ്സിൽ നിന്ന് ഉണർന്നാലും ഭാർഗവരാമ, പ്രണാമം ഗുരു. പ്രണാമം. ഈയുള്ളവന്റെ ആഗ്രഹം സഫലീകരിക്കാൻ എന്തേ ഇത്ര അമാന്തം ഗുരു? നിന്നുടെ പ്രയാസം നാം അറിയുന്നു പരശുരാമ. നിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാനും തപസ്സനുഷ്ഠിക്കുന്നതിനുമായി ഈ സാഗരത്തിന്റെ അഗാധതയിൽ തന്നെ ഒരു ഭൂമിയുണ്ട്. ഭൂമിയോ? വ്യക്തമാക്കി തന്നാലും ഗുരു. പണ്ട് മഹാബലി എന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്ന ഭൂമിയായിരുന്നു ഈ നാട്. ഒരിക്കൽ ഭഗീരഥൻ ദേവലോകത്ത് നിന്ന് ഗംഗയെ ഭൂമിയിലേക്ക് ആവാഹിച്ചു. നമ്മുടെ ശിരസിലൂടെ ഗംഗ ഭഗീരഥിയായി ഭൂമിയിലെത്തി. പല കൈവഴികളിലൂടെ ഒഴുകി ഗംഗ സാഗരത്തിൽ സംഗമിച്ചു. അന്ന് സാഗരത്തിൻ്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും മാവേലി നാട് കടലിൻ്റെ അഗാധതയിൽ മറയുകയും ചെയ്തു. കാലങ്ങളോളമായി സാഗരത്തിനടിത്തട്ടിൽ കിടക്കുന്ന ആ ഭൂമിയെ നീ വീണ്ടെടുക്കുകയേ വേണ്ടൂ പരശുരാമ. അവിടുന്ന് അതിനുള്ള മാർഗം ഉപദേശിച്ചാലും ഗുരു. നിനക്ക് നാം പാരിതോഷികമായി നൽകിയ ഈ പരശു ദിവ്യശക്തിയുള്ളതാണെന്ന് നിനക്കറിവുള്ളതല്ലേ? ഇവിടെ ഈ ഗോകർണത്തു നിന്നും ഈ പരശു നിന്നുടെ സർവശക്തിയും ഉപയോഗിച്ച് സാഗരത്തിലേക്ക് വലിച്ചെറിയുക. ഈ പരശു എവിടെയാണോ ചെന്ന് പതിക്കുന്നത് ആ പ്രദേശം വരെയുള്ള സാഗരം ഈ പരശുവിൻ്റെ ദിവ്യശക്തിയാൽ വഴിമാറി നീ ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു പുതിയ ഭൂമി പിറക്കും.
അപ്രകാരം സംഭവിക്കുന്നതിനായി നീ വരുണപ്രീതിയും വസുന്ധരാപ്രീതിയും നേടണം. നിനക്കതിനുള്ള ശക്തിയും കഴിവുമുണ്ട് ഭാർഗവരാമ. ഉടനെ തന്നെ ഭൂമിദേവിയുടെ അനുഗ്രഹത്തിനായി തപസ് ആരംഭിക്കൂ. ഈ ഉള്ളവന്റെ ശക്തിയും അറിവും അങ്ങയിൽ നിന്നും ഞാൻ സ്വായത്തമാക്കിയതാണല്ലോ. അങ്ങയുടെ ശിഷ്യനാവാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. അങ്ങയുടെ ഉപദേശം ഞാൻ ശിരസാ വഹിക്കുന്നു. ജഗത് പിതാവായ അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അസാധ്യമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. ഞാൻ എൻ്റെ കർത്തവ്യം ഭംഗിയായി തന്നെ നിറവേറ്റും. അനുഗ്രഹിച്ചാലും ഗുരു. മംഗളം ഭവന്തു. श्यामां विचित्रां शुकरत्नभूषणां पद्मासनां तुङ्गपयोधरानताम् इन्दीवरे द्वे नवशालिमञ्जरीं शुकं दधानां वसुधा भजामहे. ഭൂമിദേവിക്ക് പ്രണാമം. പ്രണാമം. അല്ലയോ പരശുരാമ, അങ്ങയുടെ ആഗ്രഹം നാം മനസ്സിലാക്കുന്നു. ഇനിയുള്ള കാലം അങ്ങയ്ക്ക് തപസ്സനുഷ്ഠിക്കാൻ സ്വർഗതുല്യമായ ഭൂമി ഉടൻ തന്നെ പ്രാപ്തമാവുന്നതാണ്. സാഗരത്തിലാണ്ടുപോയ മാവേലിനാട് വീണ്ടെടുക്കാൻ അങ്ങ് സമുദ്രദേവനായ വരുണനെ പ്രസാദിപ്പിക്കേണ്ടതാണ്. വരുണദേവന്റെ അനുഗ്രഹത്താൽ അങ്ങത് വീണ്ടെടുക്കുമ്പോൾ സകല ദേവകളും അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞ് ആ ഭൂവിടം ഈശ്വര ചൈതന്യത്താൽ വിളങ്ങിടും. വരുണപ്രീതിക്കായി നാം ഉടൻ തന്നെ തപസ് ആരംഭിക്കാം ദേവി. അവിടുത്തെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിച്ചിടും. അമ്മേ, ക്ഷത്രിയ നിഗ്രഹത്താൽ എന്നിലുണ്ടായ പാപക്കറ നീങ്ങാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സർവം സഹയായ ദേവി തന്നെ ഒരു മാർഗം അരുളിയാലും. ഭാർഗവരാമ, മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ അകറ്റാൻ അവർ പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്നു. മഹാദേവിന്റെ തിരിജടയിൽ നിന്ന് ഭൂമിയിലേക്കൊഴുകുന്ന പാപനാശിനിയായ ഗംഗ മുതൽ സകല പുണ്യനദികളും ലയിക്കുന്നതോ സാഗരത്തിലും. ഈ ലോകത്തിന്റെ മാലിന്യങ്ങളും പാപങ്ങളും സ്വയം ഏറ്റുവാങ്ങുന്ന ആ സാഗരങ്ങളുടെ അധിപനായ വരുണദേവന് മാത്രമേ അങ്ങേ ശുദ്ധീകരിക്കാൻ കഴിയൂ. അങ്ങയ്ക്ക് വരുണപ്രീതി ഉണ്ടാകുമ്പോൾ സകല പാപങ്ങളും അങ്ങേ വിട്ടകലുന്നതാണ്. ഉടൻ തന്നെ തപസ് ആരംഭിക്കൂ. അങ്ങനെയാകട്ടെ ദേവി. മംഗളം ഭവിക്കട്ടെ. वरुणशुक्लवर्णस्तु द्विभुज पाशहस्तकः सर्वाभरणसंयुक्तः करण्डमकुडान्वितः पीतवस्त्रधर शान्तो महाबलसमन्वितः यज्ञसूत्रसमायुक्तो मकरासनसंस्थितः. പ്രണാമം വരുണദേവ. പ്രണാമം. അല്ലയോ സമുദ്രദേവ, ഈ സമുദ്രത്തിന്റെ അഗാധതയിൽ മറഞ്ഞുകിടക്കുന്ന ഭൂമിയെ വീണ്ടെടുക്കുവാൻ അങ്ങയുടെ ദിവ്യകടാക്ഷം ചൊരിഞ്ഞാലും. ഭാർഗവരാമ,
അങ്ങയുടെ ഇംഗിതങ്ങൾ സാക്ഷാത്കരിക്കാൻ സമയമായിരിക്കുന്നു. നമ്മുടെ അനുഗ്രഹാശിസുകൾ ഈ ഭൂമിയിൽ വർഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കുവാൻ സാക്ഷാൽ ജഗന്നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാദേവൻ അങ്ങേക്ക് വരമായി നൽകിയ ദിവ്യായുധമായ പരശു അങ്ങയുടെ സർവശക്തിയാൽ സമുദ്രനിരപ്പുകളെ ഭേദിച്ച് എവിടെ ചെന്ന് പതിക്കുന്നുവോ അവിടം വരെയുള്ള കടൽ കരയായി മാറുകയും ആ ഭൂമി അങ്ങേക്ക് സ്വന്തമാകുകയും ചെയ്യും. ഭൂമിദേവിയായ വസുന്ധരയുടെയും സമുദ്രാധിപനായ അങ്ങയുടെയും അനുഗ്രഹ ആശിസുകളാൽ അങ്ങനെ തന്നെ ഭവിക്കട്ടെ. അനുഗ്രഹിച്ചാലും ദേവ. മംഗളം ഭവന്തു. या मुक्तिहेतुर् अविचिन्त्य महाव्रतात्वम् अभ्यस्यसे सुनियतेन्द्रियतत्त्वसारैः मोक्षार्थिभिर्मुनिभिरस्तसमस्तदोषैर्विद्यासि सा भगवती परमाहि देवी. പ്രണാമം മഹാമായി. പ്രണാമം ഭാർഗവരാമ. ആദിപരാശക്തിയായ അവിടുത്തെ കടാക്ഷത്താൽ ശ്രീ പരമേശ്വരൻ എന്നിൽ അർപ്പിച്ച കർത്തവ്യം യഥാവിധം ഞാൻ നിർവഹിച്ചിരിക്കുന്നു. സാഗരത്തിൽ നിന്നും വീണ്ടെടുത്ത ഈ ഭൂമി 3 സാഗരങ്ങളെയും ആകാശത്തെയും സാക്ഷി നിർത്തി അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനി എന്ത് കർത്തവ്യമാണ് അടിയൻ നിർവഹിക്കേണ്ടതെന്ന് അവിടുന്ന് കൽപ്പിച്ചാലും. ഭാർഗവരാമ, ഈ പുണ്യഭൂമിയിൽ നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അപ്രകാരം തന്നെ ഭവിച്ചിടും. ഈ ധരണി സമ്പന്നമാകണമെങ്കിൽ മാനവരാലും സസ്യലതാദികളാലും പക്ഷിമൃഗാദികളാലും സമൃദ്ധമാകണം. അതിന് നാം എന്താണ് വേണ്ടത്? അവിടുന്ന് അരുളുകയേ വേണ്ടു. അവിടുത്തെ ശക്തിയും സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ ചൈതന്യവുമുണ്ടെങ്കിൽ സർവവും ശുഭകരമാകും. അങ്ങനെയെങ്കിൽ മാനവർ ഇവിടെ വസിക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്കും നന്മയ്ക്കും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ക്ഷേത്രങ്ങൾ അനിവാര്യമാണ് ഭാർഗവരാമ. കടലിൽ നിന്നും വീണ്ടെടുത്ത ഈ ഭൂമിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 തിരിക്കണം. മലനാട്ടിൽ ശ്രീ ധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിക്കണം. അങ്ങനെയായാൽ മലനാടിൻ്റെ കാവലാളായി മാമലകളെയും കാനനത്തെയും പുഴകളെയും സംരക്ഷിച്ച് മാനവരെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിച്ച് ധർമ്മത്തെ പരിപാലിച്ച് യഥാനേരത്ത് ശാസനകൾ നൽകി ധർമ്മശാസ്താവ് വാണരുളും. തീരപ്രദേശങ്ങളിൽ ശക്തിസ്വരൂപിണിയായ ദുർഗയെയും ഇടനാടുകളിൽ ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളും സർവവിഘ്നങ്ങളും അകറ്റാനായി വിഘ്നേശ്വരനെയും സർവൈശ്വര്യം ചൊരിയാനായി മഹാലക്ഷ്മിയെയും വിജ്ഞാനം പകരാൻ സരസ്വതിയെയും പ്രതിഷ്ഠിക്കണം. കൂടാതെ ഈ ദേശത്തിന്റെ സംരക്ഷണത്തിനായി നാഗദൈവങ്ങളായ അനന്തനും വാസുകിയും ഉണ്ടാകണം. വടക്ക് ശിരസായി മഹാദേവൻ ഗോകണ്ഠേശ്വരനായും തെക്ക് പാദത്തിൽ ഈ ത്രിവേണി സംഗമത്തിൽ ആദിപരാശക്തിയായ നാം കുമാരി രൂപത്തിലും ഈ നാടിനെ സംരക്ഷിക്കും. പ്രകൃതിയുടെ
സമസ്ത സൗന്ദര്യവും ആവാഹിച്ച ഇതുപോലൊരു ഭൂപ്രദേശം ഈ ഭൂമിയിൽ മറ്റെങ്ങുമുണ്ടാകില്ല. അങ്ങനെ ഈ നാട് മറ്റേത് നാടിനേക്കാളും ദൈവികത്വം നിറയുന്ന നാടായി മാറും. എല്ലാം അവിടുത്തെ കടാക്ഷം പോലെ. മംഗളം ഭവന്തു. ധ്യായേന്നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപോജ്വലാംഗം പരശുമൃഗവരാഭീതിഹസ്തം പ്രസന്നം പദ്മാസീനം സമന്താസ്തുതമവരഗണൈർവ്യാഘ്രകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയഹരം പഞ്ചവക്ത്രം ത്രിനേത്രം. അസുരന്മാരുടെയും അധർമ്മികളുടെയും വാഴ്ച ക്ഷണികം, ശാശ്വതം ദൈവഹിതം മാത്രം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ